കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ നോമ്പ് നമ്മെ ആത്മവിശുദ്ധീകരണത്തിലേക്കും ആത്മസമ്പുഷ്ടീകരണത്തിലേക്കും നയിക്കുന്നു. 73-ാം സങ്കീർത്തനം 1-ാം വാക്യം: ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. ഈ നോമ്പ് കാലത്ത് ഒരു നിർമ്മല ഹൃദയം പ്രാപിക്കുവാൻ നമുക്ക് സാധ്യമാകണം. നോമ്പിൻ്റെ പ്രാർത്ഥനയിൽ പ്രത്യേകം സഭ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഭക്ഷണത്തിൽ നിന്ന് ഉപവസിക്കുന്നവൻ്റെ ഉപവാസം നോമ്പുകാരന് കണക്കിടപ്പെടുന്നില്ല. അവൻ അന്യായത്തിൽ നിന്ന് ഉപവസിക്കുകയും അവൻ്റെ ഹൃദയം വിശുദ്ധി കൊണ്ട് നിറയുകയും ചെയ്യും. പ്രിയമുള്ളവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 6-ാം തിരുവചനം: അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക. ഈ നോമ്പ് കാലത്ത് നമ്മെ ബന്ധിച്ചിരിക്കുന്ന പാപ സ്വഭാവങ്ങളോടും ദൈവഹിതത്തിന് ചേരാത്ത എല്ലാ തിന്മകളോടും ആ ബന്ധങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവിക ബന്ധങ്ങളിലേക്കും ദൈവവചനത്തോടുള്ള പ്രണയത്തിലേക്കും നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ രൂപാന്തരപ്പെടുത്തട്ടെ. ആമേൻ.